ഹലോ. നമ്മുടെ കുട്ടികൾക്കും അതേമാതിരി നമ്മുടെ കസിൻസിനും നമ്മുടെ റിലേറ്റീവ്സിലും ഒക്കെ ഉള്ള ഈ 18 വയസ്സാവാനായ കുട്ടികൾക്കൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം കേട്ടോ ഈ സിബിൽ സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ലോൺ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഒരു ഫോൺ വാങ്ങാൻ പോയാലോ ഒരു വണ്ടി വാങ്ങാൻ പോയാലോ നമുക്ക് ലോണ് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ലോണ് കറക്റ്റ് സമയത്ത് തിരിച്ചടച്ചില്ലെങ്കിൽ നാളെ പിറ്റേ നമുക്ക് വേണ്ട വലിയ വലിയ കാര്യങ്ങൾക്ക്, അതായത് നമുക്കൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ലോണിന് പോകുന്ന സമയത്തായിരിക്കും ഈ ചെറിയൊരു 10,000-20,000 റുപ്യേൻ്റെ ഫോൺ വാങ്ങിയതിൻ്റെ അടവ് നമ്മൾ കറക്റ്റ് അടയ്ക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായാലും ഇതിൻ്റെ ഒരു ക്ലാസ് തന്നെ എടുത്തു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാണ്ട് നമ്മൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ അടച്ചില്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ലോണ് എങ്ങനെങ്കിലും അടയ്ക്കുക. ഇനി ആരോടെങ്കിലും ക്യാഷ് തൽക്കാലം റോൾ ചെയ്തിട്ടായാലും ബാങ്കിൽ അടവ് തെറ്റിക്കാണ്ട് നിൽക്കുക, ബാങ്കിൽ അടവ് കറക്റ്റ് അടയ്ക്കുക. അല്ലെങ്കിൽ അത് ഭാവിയിൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോണ്, അതേമാതിരി ഹൗസിംഗ് ലോണ്, ഇനി എന്തിനു പറയുന്നത്, ഇനി കുറേ കാര്യം വെച്ചാൽ നമ്മുടെ മക്കൾക്കൊരു ഹൗസിംഗ് ലോണോ അല്ലെങ്കിൽ മക്കൾക്കൊരു എഡ്യൂക്കേഷൻ ലോണോ എടുക്കുമ്പോൾ ഗ്യാരണ്ടിയർ ആയിട്ട് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പോൾ സിബിൽ സ്കോർ എന്ന് പറഞ്ഞ സംഗതിന് എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികൾക്ക്. കാരണം പല കുട്ടികൾക്കും ഇതും അറിയില്ല. ഈ ഐഫോണും ബൈക്കൊക്കെ വാങ്ങാനുള്ള ഈ ഇതിൻ്റെ മുകളിൽ ലോൺ എടുക്കും. ഇനിയിപ്പോൾ അവർ വിചാരിക്കും ഒരു അടവ് തെറ്റിയാൽ എന്താ പ്രശ്നം, അതങ്ങനെ പോകുമല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. ഒരടവും രണ്ടടവും തെറ്റിയാലൊക്കെ നമ്മൾ ലൈഫിൽ തന്നെ വലിയൊരു പ്രശ്നമായി അത് മാറുമെന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ.